കഴിഞ്ഞ 5 വർഷമായിട്ട് കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ UDF ഈ മാസം 25-ാം തീയതി 11 മണിക്ക് നമ്മുടെ കാഞ്ഞാറ്റില് പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കലേക്ക് ഒരു ധർണ നടത്തുവാൻ തീരുമാനിച്ചിരിക്കും. ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഈ പഞ്ചായത്തിലെ ഒരു ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമാകാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ UDF ഭരണകാലത്ത് ഗ്രാമീണ മേഖലയിലെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു റോഡ് പോലും സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞാറ് PW റോഡുകൾ വളരെയധികം താഴ്ന്നു കിടക്കുന്നു. നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചുപോയ ഒരു MLA-യും മന്ത്രിയും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ട് പോലും കാഞ്ഞാറ്റിൽ ഉള്ള റോഡ് ആനക്കയം ഭാഗത്തു നിന്ന് തൊടുപുഴയ്ക്കുള്ള റോഡ് അവിടെ ഒരു മന്ത്രി ഇല്ലാത്ത അവസ്ഥയിലും വളരെ നല്ല രീതിയിൽ ഉള്ളപ്പോൾ നമ്മുടെ ഈ കൊടയത്തൂർ പഞ്ചായത്തിലെ റോഡുകൾ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പറ്റാത്ത ഒരു മന്ത്രിയും, അതുപോലെ തന്നെ കാഞ്ഞാർ പാലത്തിന് 2 വണ്ടി വന്നാൽ കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവിടെ ഒരു നടപ്പാലം പണിയാമെന്ന് ഈ മന്ത്രി വളരെ കാലമായിട്ട് വാഗ്ദാനം തന്നിട്ടുള്ള വാഗ്ദാനങ്ങളും പോസ്റ്ററുകളും മാത്രമല്ലാതെ ഒരു കാര്യങ്ങളും നടപ്പാക്കാത്ത ഒരു മന്ത്രി. അപ്പോൾ ഈ ഇടതുപക്ഷ ഭരണം കെടുകാര്യസ്ഥതയ്ക്കെതിരെയുള്ള ഒരു സമരമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഈ സമരത്തില് UDF-ലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ മുന്നോട്ടുമാണ്. കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന LDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഒക്ടോബർ മാസം 25-ാം തീയതി ശനിയാഴ്ച 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തപ്പെടുകയാണ്. റോഡുകളുടെ ശോചനീയാവസ്ഥയും അതുപോലെ തന്നെ വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കാത്തതിനെതിരെയും അതുപോലെ നിരവധി റോഡുകൾ വളരെ ശോചനീയമായി കിടക്കുകയാണ്. അത് നമ്മൾ ആ റോഡിൽ കൂടി യാത്ര ചെയ്താൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ആ റോഡിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ കൊടയത്തൂർ പഞ്ചായത്തിന്റെ ഫ്രണ്ടിലുള്ള കളിക്കളം, അത് UDF ഭരണകാലത്ത് വളരെ നന്നായി കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ആ കളിക്കളം ഇവർ ഭരിക്കാൻ കയറിയതിനു ശേഷം അത് ഇല്ലായ്മപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിക്കളത്തിൽ കളിച്ച കുട്ടികൾ എവിടെയെങ്കിലും പോയി കളിച്ചു വളർന്നവര് വിജയിച്ചു വരുമ്പോൾ അവർക്ക് ഒരു ഫ്ലെക്സ് വെക്കാനല്ലാതെ ആ കളിക്കളം പുനർനിർമ്മിച്ചു കൊടുക്കാൻ ഒരു നിലയിലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ 25-ാം തീയതി നടത്തുന്ന ധർണയിൽ പങ്കെടുത്ത് എല്ലാവരും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കൊടയത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു പുതിയതായിട്ടൊരു പഞ്ചായത്തിൻ്റെതായിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് പോലും നമ്മുടെ കൊടയത്തൂർ പഞ്ചായത്തിൽ പുതിയതായിട്ട് പണിയാൻ സാധിച്ചിട്ടില്ലാത്തതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ ഗ്രാമീണ റോഡുകളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അടൂർമല റോഡ്, അതുപോലെ കാഞ്ഞാർ കയ്പ റോഡ്, അതുപോലെ തെങ്ങുംപള്ളി കവല മുതിയാമല റോഡ് ഉൾപ്പെടെയുള്ള റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ അവസ്ഥയിലും നമുക്ക് ഏറ്റവും സങ്കടകരമെന്ന് വെച്ചാൽ ഇവിടുന്നുള്ള ജനപ്രതിനിധി ഇടുക്കിയിലെ മന്ത്രി കൂടിയാണ്, നമ്മുടെ MLA കൂടിയായ റോഷി അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ട് നമുക്കറിയാവുന്നതനുസരിച്ച് ഒരു വർഷം 5 കോടി രൂപയ്ക്ക് മുകളിലുണ്ട്. അതിൽ നിന്ന് ഈ 4.5 വർഷക്കാലമായിട്ട് കൊടയത്തൂർ പഞ്ചായത്തിലേക്ക് മിനിസ്റ്റർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ MLA ഫണ്ട് വിനിയോഗിച്ചതായിട്ട് നമുക്കറിയത്തില്ല. ഈ 4.5 വർഷത്തിനിടയ്ക്ക് കൊടയത്തൂർ പഞ്ചായത്തിലേക്ക് 1 രൂപ പോലും MLA ഫണ്ടിൽ നിന്ന് വകയിരുത്തിയായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിൽ ഞങ്ങൾ വളരെയേറെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒപ്പം ഞങ്ങളുടെ ഈ സമര പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, കൊടയത്തൂർ പഞ്ചായത്തിൽ ഒരു സമ്പൂർണ്ണ ജലസേചന പദ്ധതി എന്ന് പറഞ്ഞൊരു ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ടൊരു കുടിവെള്ള പദ്ധതി വരികയുണ്ടായി. നമുക്ക് അതിന്റെ അകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധിയാണ് ഈ വകുപ്പ് മന്ത്രി, ജലസേചന മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെ നാടുകൂടിയാണ്. മിനിസ്റ്ററുടെ പഞ്ചായത്തായിട്ട് കൂടി നമുക്ക് മനസ്സിലായതനുസരിച്ചിട്ട് ഈ ജലസേചന പദ്ധതിയുടെ പേര് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയാണ്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിന്റെ പകുതി മേഖലകളിൽ മാത്രം എത്തുന്ന രീതിയിലാണ് അതിന്റെ ടാങ്കികളും മറ്റുമൊക്കെ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത്. അത് തന്നെ വളരെ താറുമാറായി കിടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് റോഡുകളെല്ലാം താറുമാറായി കിടക്കുന്നു. ഒപ്പം കൂടാതെ നമുക്ക് MEP-യുടെ ഭാഗമായിട്ടുള്ള വകുപ്പ് മന്ത്രിയുടെ ഭാഗമായുള്ള MEP-യുടെ ആസ്തിയിലുള്ള ഇഷ്ടംപോലെ നമുക്ക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം നമുക്ക് കൊടയത്തൂർ പഞ്ചായത്തിലുണ്ട്. ഏറ്റവും നല്ല മനോഹരമായ സ്ഥലമുണ്ട്. അവിടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റുകളും വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് പോലും നമുക്ക് കൊടയത്തൂർ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നടപ്പാക്കാനോ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് വളരെ ഖേദകരമാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, കൊടയത്തൂർ പഞ്ചായത്ത് പ്രത്യേകിച്ച് കൊടയത്തൂർ മേഖലയിലെ ഷൂട്ടിങ്ങിന്റെ ഒരു മെയിൻ മേഖലയാണ്. ഇപ്പോഴും നമുക്ക് അവിടെ ഒരു 4 മാസമായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ നമ്മൾ പോരുമ്പോൾ ഷൂട്ടിങ്ങിന്റെ വണ്ടികളും മറ്റുള്ള 100 കണക്കിന് വണ്ടികളാണ് ഒരു ദിവസം വന്നു പോകുന്നത്. ഇനിയും 2-3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഇപ്പൊ നടക്കുന്ന ഷൂട്ടിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പോകുന്ന നമ്മുടെ ഈ വഴി കൂടെയാണ്. അവരെല്ലാം കേരളം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊടയത്തൂർ പഞ്ചായത്തിന്റെ ഇത്ര മനോഹാരിതയുള്ള
പഞ്ചായത്ത് ആയതുകൊണ്ടാണ് ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലേക്ക് വരുന്നത്. അതിന് ഈ നമ്മുടെ റോഡുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനിയും ഇങ്ങനെയുള്ള ഷൂട്ടിങ്ങുകളും മറ്റുമൊക്കെ വരാനുള്ളതിനൊരു തടസ്സം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതിനെതിരെയാണ് ഞങ്ങൾ വമ്പിച്ച ബഹുജന മാർച്ച് കൊടയത്തൂർ പഞ്ചായത്തിലേക്ക് ഒക്ടോബർ 25-ാം തീയതി രാവിലെ 11 മണിക്ക് ഞങ്ങൾ UDF-ന്റെ നേതൃത്വത്തിൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു മാർച്ച് ധർണയും കൊടയത്തൂർ പഞ്ചായത്തിലേക്ക് നടത്തുകയാണ്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ക്ഷണിക്കുന്നു.